നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിടെ എല്ലാ കുറവുകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയോ ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ പകൽക്കാലം ദൈവത്തിൽ അടുത്ത് വരുവാൻ കർത്താവ് ഇടയാണല്ലോ. ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടച്ച് പകൽക്കാലത്ത് വിശുദ്ധ ആരാധന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾ അടുത്ത് വരുന്നു. തിരുപാദപീഠത്തിലെ വിശുദ്ധ പകൽക്കാലം കൂടെ കൂടി വരുവാൻ സഭായോഗമായി ദൈവസഭയായി ഞങ്ങൾക്കായിരിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കുന്ന എല്ലാ സമയങ്ങൾക്കായി അവസരത്തിനായി കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിട്ടുപോയ ഒരാഴ്ചയുടെ കാലം മുഴുവൻ ഭദ്രമേറിയ ചെറുകടിയിൽ ഞങ്ങളെ മറച്ച് പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രാണനെ മരണത്തിൽ കണ്ണിനെ കണ്ണനിരുന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് കാത്തു സൂക്ഷിച്ച ദൈവം ഇന്ന് പകൽക്കാലം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേവികളായി ഞങ്ങളെ ദൈവാലയത്തിലേക്ക് കൂട്ടിവരുത്തി അവിടുത്തെ നാമത്തെ ആരാധിപ്പാൻ ശബ്ദത്തിലും ആത്മാവിലുമുള്ള ആരാധന ഈ ദേശത്ത് ഉയരുവാൻ ഒരു കൂട്ടത്തെ ഒരുക്കിയ കൃപയ്ക്കായി ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നതാവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഏവരെയും പേരുപേരായി കുഞ്ഞുകുട്ടികളെ ആഹ്വാനപ്പെടുത്തും. എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുക. ദൈവിക സ്പർശനം, ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഏവരെയും പകൽക്കാലം ഇടയാക്കണം. ഇവിടെ വെളിപ്പെടുന്ന ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ നടത്തുകയെന്ന് ചോദിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ഒക്കെയുള്ള കൃപ നൽകി തന്നാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറച്ചാട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കൺവെൻഷനുകളും നീക്കി പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരായ ദൈവസന്നിധിയിൽ ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഇന്ന് പകൽ ഞങ്ങളെ ഇടയാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ പകർന്നാണ് ഇത് പകൽക്കാലം എല്ലാവരും അനുകരിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ നാമത്തിന്റെ തന്നെ ആമേൻ. സ്തോത്രമെല്ലാം പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ വന്ദനം. പകൽക്കാല ദേവാലയത്തിൽ ആരാധനയ്ക്കായി കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. നമുക്ക് കരങ്ങളെ തട്ടി പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും. ദൈവസന്നിധിയിൽ കർത്താവിന്റെ അവൻ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് പിന്നെയും ഒരവസരം കൂടി നൽകിയ ദൈവത്തിന്റെ നാമത്തിന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദിവ്യ സമ്പത്ത് കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അവസ്ഥകളിലും അമേൻ. ഹല്ലേലൂയ. നമ്മുടെ അമേൻ. ഹല്ലേലൂയ. സന്തോഷവേളയിലും ദുഃഖവേളയിലും ഒക്കെ അവൻ നമ്മുടെ ദിവ്യ സമ്പത്ത് കർത്താവാണ്. ഹല്ലേലൂയ. കാലങ്ങളിൽ നമുക്ക് വേണ്ടി അവൻ കാലനേരം അവൻ ഹാലിനെ തുണച്ച കർത്താവ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ അവൻ ഹാലിന് യാതൊന്നും വേണ്ടുന്നത് സകലതും നമുക്ക് നൽകിത്തത് നമ്മളെ പുലർത്തുന്ന അസർവശക്തനായ കർത്താവിന്റെ ജ്ഞാനത്തോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതെ ഭൂമിയിൽ ആഗ്രഹിക്കാനായുള്ള ആ പാട്ട് നമുക്ക് അവൻ ജ്ഞാനത്തോടെ പാടി ദൈവത്തെ സ്തുതിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതെ ഭൂമിയിൽ ആഗ്രഹിക്കാനായി, നീയല്ലാതെ ഭൂമിയിൽ ആഗ്രഹിക്കാനായി, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ,
കർത്താവ്. ഹല്ലേലൂയ. വേഗം ഹല്ലേലൂയ നമുക്ക് നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയകാലങ്ങളിൽ സദസ്സുകളിലൊക്കെ ഞങ്ങൾ സദസ്സുന്ന ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മദാനം നൽകുന്നു. രാജാവായി വേണം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പരമീക ഇത് പറഞ്ഞ ഓരോ സദസ്സുകളും ഞങ്ങളുടെ ദൈവസഭകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ലോകത്തോട് വിളിച്ചറിയപ്പെടുന്ന സുവിശേഷമാണ്. ഇത് പകരക്കാലം ആ പാട്ട് പഴയകാലം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യാക്കോബിൻ ദൈവം നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യാക്കോബിൻ ദൈവം നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവം നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ എന്ന കരത്തിലുമേ. ഓരോ
സ്തുതിക്കാം. Hallelujah. Praise the Lord. Glory, glory, glory. Hallelujah. The name of അത്യുന്നതന്റെ മകളിൽ വസിക്കുകയും സർവശക്തന്റെ നെരുങ്ങിയിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പുറകെ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണഞ്ഞുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമറും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തെ എല്ലാവരും ദൈവസേനയില്ല. 91-ാം സങ്കീർത്തനം ഇവിടെ ഇരിക്കുന്ന സകലർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനമാണ്. ഒരിക്കലെങ്കിലും ഇത് വായിക്കാത്ത ഒരു വ്യക്തികൾ പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഇതര സമുദായക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. കാരണം ഈ സങ്കീർത്തനത്തിന്റെ കാര്യമെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ദൈവിക സംരക്ഷണം. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. ദൈവത്തിന്റെ സംരക്ഷണം ഒരു ദൈവവൈദ്യന് എങ്ങനെയാണെന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ദുർചിന്തയോടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. കാരണം പിശാചിനെ പേടിപ്പിക്കാൻ ഈ 91-ാം സങ്കീർത്തനം ചൊല്ലിയാൽ മതി എന്ന ഒരു ധ്വനി സമൂഹത്തിൽ പലതുമുണ്ട്. പക്ഷെ പിശാചി സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. അപ്പം ഇത് ചൊല്ലുന്നതോട് പിശാച് പോകുന്ന ആരും ചിന്തിക്കരുത്. എന്നാൽ ഈ സങ്കീർത്തനം ഒരു ദൈവപൈതന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠകരമായ സംരക്ഷണമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സങ്കീർത്തനം ചൊല്ലിയാൽ
അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കിയാൽ ശത്രു നമ്മുടെ അരികിൽ പോലും വരികയില്ല. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത. ഈ സങ്കീർത്തനം ദാവീദിന്റെ മകനായ ശലോമോനും കർത്താവുമായ യഹോവയായ ദൈവവുമായുള്ള ഒരു സംഭാഷണമാണെന്ന് ഇത് വേദപണ്ഡിതന്മാർ പറയുന്നു. ഈ 3 പേരുമായിട്ടുള്ള ഒരു സംഭാഷണം, ഇതാണ് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവവുമായിട്ടൊരു സംഭാഷണം. എനിക്ക് പറയാനുള്ളത് ഞാൻ ദൈവത്തോട് പറയുക. ദാവീദിന് പറയാനുള്ളത് ദാവീദ് പറയുമ്പോൾ ദാവീദിന്റെ മകൻ അതിനോട് ചേർന്ന് പറയുക. അതിനുശേഷം ദാവീദ് പറയുക. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ദാവീദ് പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെന്ന് ദാവീദ് പറയുമ്പോൾ മകനായ ശലോമോൻ 2-ാം വാക്യം വായിക്കുകയാണ്: യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. പിതാവ് പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്, സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നതെന്ന് പറയുമ്പോൾ ആ മകൻ ഏറ്റു പറയുകയാണ്, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ ജീവിതത്തിൽ പലതുമുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരു ദൈവവൈദ്യൻ തുനിയുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അതിന്റെ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് പറയുന്നത് ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ചാണ്. ശലോമോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെ വിടുവിക്കപ്പെടുമെന്ന്. ഇവിടെ 3 കാര്യം പറയുന്നുണ്ട്: അത്യുന്നതനായ ദൈവം, യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം. ഈ ദൈവത്തിന്റെ 3 അളവുകളെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്നാമത് അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, അതുപോലെ തന്നെ യഹോവയായ ദൈവം. എന്താ ഇതിന്റെ കാര്യം? ഇതെങ്ങനെയാ വെളിപ്പെടുന്നത്? ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ 3 അവസ്ഥയും വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ 1-ാം വാക്യത്തിൽ ദാവീദ് തന്റെ മകനും പറഞ്ഞു കൊടുക്കുകയാണ് ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ ശലോമോൻ വിളിച്ചു പറയുകയാണ് ആ യഹോവയായ ദൈവത്തിന്റെ വിടുതല്. 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോന്നും എടുത്തു പറയാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന പരിധികളുണ്ട്. ഇവിടെ ശക്തനെന്നല്ല പറയുന്നത്, സർവശക്തനായ ദൈവം. പുറപ്പാട് പുസ്തകം 6-ന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ന്റെ 2-3 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 6-ന്റെ 2-3 വാക്യം. യഹോവ എന്ന നാമത്തിൽ ഞാൻ അബ്രഹാമിന് വെളിപ്പെട്ടില്ല. ഞാൻ യഹോവയാണ്. മോശയോട് പറയാം, ഞാൻ യഹോവയാണ്. ഈ യഹോവ എന്ന നാമത്തിൽ ഞാൻ ആർക്കും വെളിപ്പെട്ടില്ല. അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും ആ തലമുറയെ കുറിച്ച് പറയുക. അബ്രഹാമിന് ഞാൻ വെളിപ്പെട്ടില്ല, അതുപോലെ തന്നെ ഇസാക്കിനും യാക്കോബിനും ഞാൻ വെളിപ്പെട്ടില്ല. കാരണം ഞാൻ സർവശക്തനായ ദൈവമായിട്ടാണ് അവർക്ക് വെളിപ്പെടുന്നത്. കാരണമുണ്ട്. അബ്രഹാം മെസൊപ്പൊത്താമിയയിൽ നിന്ന് തിരിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശം എവിടെയാണെന്ന് അറിയാതെ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്റെ കയ്യിൽ ഒന്നുമില്ല. തനിക്ക് പാർക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. തന്റെ ജീവിതത്തിൽ ഒരു കരുതലുമില്ല. ഒരൊറ്റ ശബ്ദം മാത്രമേ ഉള്ളൂ: നീ പുറപ്പെടുക, നിന്നെ ഞാൻ അയക്കുന്ന സ്ഥലത്ത് നീ ചെല്ലണം. ഇതാണ് പലപ്പോഴും ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിലുള്ളത്. നമ്മിൽ പലർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്നെ എങ്ങനെ ദൈവം കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയത്തില്ല, എന്റെ ദൈവത്തിനെ പറയാൻ കഴിയുന്നുള്ളൂ. ഞാൻ വലിയ സമ്പന്നനായിട്ടൊന്നും ഈ രാജ്യത്ത് വന്നതല്ല. ഞാനിവിടെ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് എന്നെ ദൈവം കൊണ്ടുവന്നു. പുറപ്പെടാൻ പറഞ്ഞ് പുറപ്പെട്ടു. ആ ധൈര്യത്തിന് പുറപ്പെട്ടവരാ. ഒരുപക്ഷെ നമ്മുടെ കയ്യില് അല്പമായതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശേഷിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ ആത്മത്തെ ഒതുക്കി തീർക്കുവാനല്ല, അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ കഴിവുള്ള സർവശക്തനാണ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വന്നതെന്നുള്ളത് നമ്മൾ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ സർവശക്തനായ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം ആ അബ്രഹാമിന്റെ തലമുറയ്ക്കും വെളിപ്പെടുവാനിടയായി. 100 വയസ്സായപ്പോഴും അതിനോടടുത്തപ്പോഴും തലമുറയില്ലാതെ തന്റെ അവകാശി, തന്റെ ബാല്യക്കാരനായി തീരുമെന്ന്
എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ വീണ്ടും യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവത്തിനൊന്നും കഴിയാത്തതില്ല, കാരണം അവൻ സർവശക്തനാണ്. ഈ വാർദ്ധക്യത്തിൽ നിനക്ക് തലമുറയിൽ തരുവാൻ കഴിവുള്ള ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ളത് അബ്രഹാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞു. അതാ കർത്താവ് അവിടെ പറയുന്നത് മോശയോട്, ഞാൻ സർവശക്തനായ ദൈവമായിട്ട് അബ്രഹാമിന് വെളിപ്പെട്ടത്. അബ്രഹാമിന് മാത്രമല്ല, അവന്റെ തലമുറയ്ക്കും ഞാൻ വെളിപ്പെട്ടു. ഇസ്ഹാക്കിനും അതുപോലെ വെളിപ്പെട്ടു, യാക്കോബിനും അതുപോലെ വെളിപ്പെട്ടു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചെങ്കിൽ, അവൻ സർവശക്തനായ ദൈവം എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ദൈവത്തിനാണ് നമ്മുടെ പൂർണ്ണ ആശ്രയമെങ്കിൽ, എനിക്ക് മാത്രമല്ല വരുവാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു സർവശക്തൻ നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ മോശയോട് ദൈവം പറയുന്നു, ഞാൻ യഹോവയായ ദൈവം. മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടത് യഹോവയായ ദൈവമായിട്ടാണ്. അതിന് കാരണമുണ്ട്. യഹോവയായ ദൈവമെന്ന് മോശയോട് ദൈവം പറയുമ്പോൾ അത് യോശുവ വരെയും ആ സത്യം വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മോശയ്ക്ക് അബ്രഹാമിന് ഉണ്ടായ അവസ്ഥയല്ല മോശയ്ക്കുണ്ടായത്. ഒരു വലിയ കൂട്ടം ജനത്തെ വിടുവിച്ച് നടത്തിക്കൊണ്ട് മരുഭൂമി യാത്ര ചെയ്ത് അവരെ കനാൻ ദേശത്തേക്ക് എത്തിക്കണം. അബ്രഹാമിന് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ മോശയെ വിളിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞു, നിനക്ക് പോകേണ്ടത് കനാൻ ദേശത്തേക്കാണ്. അവിടെ പോയി ദൈവത്തെ ആരാധിക്കണം. വ്യത്യാസം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് പരാജയപ്പെടുന്ന ഇതാ, ദൈവം വെളിപ്പെടുത്തി തന്നു. ഒരു കാലത്ത് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം ചിലത് വെളിപ്പെടുത്തി തന്നു നമ്മളോട് പറയുക, നീ പുറപ്പെടണം, നീ പുറപ്പെട്ട് യാത്ര ചെയ്യണം, ദൈവം പറയുന്ന വഴിയിൽ കൂടെ പോകണം. യഹോവയായ ദൈവം നിന്റെ കൂടെ ഉണ്ട്. മോശയ്ക്ക് ഒരു പക്ഷേ പറയാം, മോശ പല ഒഴികഴിവുകൾ പറഞ്ഞതായി നമുക്കറിയാം. എന്നാൽ മോശയോട് ദൈവം പറയുന്നു, ഞാൻ യഹോവയായ ദൈവമാണ്. പുറപ്പെടുവിക്കാൻ ജനത്തിന്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കുമ്പോൾ മോശ പലതും പറയുന്നുണ്ട്. ഞാൻ ചെന്നാൽ ആര് കേൾക്കാനാണ്? ഞാൻ സുവിശേഷം പറഞ്ഞാൽ ആരറിയാനാണ്? പക്ഷെ യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ യഹോവയായ ദൈവമാണ്. നീ ഫറവോന്റെ അടുക്കിലോട്ടില്ലേ? നമുക്കറിയാം, 5-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വായിക്കുക. 5-ാം അധ്യായം 1-2 വാക്യം, പുറപ്പാട് പുസ്തകം 5-1-2. മോശ ഫറവോനോട് പറയുക, മരുഭൂമിയിൽ യാഗം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടായി, എന്നെ ആരാധിക്കേണ്ടത് പറയുന്നത് ആരാ? യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം വെളിപ്പെട്ടിരിക്കുക. പക്ഷെ ഫറവോൻ പറയുക, യഹോവയായ ഞാൻ അറിയുന്നില്ല, ആരായി ദൈവം? പക്ഷെ മോശയ്ക്ക് നല്ലവണ്ണം അറിയാം, യഹോവയായ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നു. മോശയെ പുറപ്പെടുവിക്കാൻ പദ്ധതിയിട്ട ദൈവം ഫറവോൻ പറയാൻ, ഞാൻ ഈ ദൈവത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ യഹോവയായ ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റം വരത്തില്ല. ദൈവവേദനയെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മോട് എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതുപടി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയും ആവശ്യവും. ബാക്കിയുള്ളവർക്ക് തമ്പുരാൻ നോക്കിക്കൊള്ളും. തടസ്സങ്ങൾ വളരെയുണ്ട്. ഫറവോൻ പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ അതിന്റെ പുറപ്പാട് പുസ്തകം 12-31 വായിച്ച് വല്ലതും നടക്കുമോ ഇല്ലയോ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അന്ന് വായിച്ച പുറപ്പാട് 12-31. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി ആരെ ആരാധിക്കാനാണ് പറഞ്ഞത്? യഹോവയെ ആരാധിക്കാൻ. ആദ്യം പറഞ്ഞത് എന്തുവാ? യഹോവയെ ഞാൻ അറിയുന്നു, എനിക്കൊട്ട് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ പറയാം, നിങ്ങൾ രാത്രി തന്നെ പുറപ്പെട്ടു, നിങ്ങൾ പോയി എന്തെങ്കിലും ആരെ ആരാധിക്കാനാ പറഞ്ഞത്? യഹോവയെ ആരാധിക്കാൻ. ഫറവോനെ, നിന്നെ വെളിപ്പെടുത്തി തന്ന യഹോവയെ ആരെന്നുള്ളത് നിനക്ക് ലോകപരമായി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ് മോശയുടെ ദൈവം. അതാ യഹോവയായ ദൈവം എന്നുള്ളത് മോശ ദൈവസഭയില് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തില് ഈ വെളിപ്പാട് എത്രയോ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങള് പല കഴിവുകൾ പറഞ്ഞ് നാം മാറിപ്പോയ സമയത്തും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കകത്ത് നമ്മൾ ഓരോരുത്തരും മറന്നു പോകരുത്. ലോകം ഒരുപക്ഷെ പറഞ്ഞേക്കാൻ ഇത് സാധിക്കത്തില്ല. അത് നമ്മുടെ
എന്തുമായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഇതൊക്കെ സംഭവിക്കത്തില്ലെന്ന് ലോകം പറയുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ യഹോവയായ ദൈവമാണ്, ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ഞാനാണ് നിന്നെ മരുഭൂമിയിലേക്ക് നടത്തുവാൻ കൽപ്പിച്ചതെങ്കിൽ അത് സാധ്യമാകും. അതിന് എത്ര വലിയ ഫറവോന്യ ശക്തികൾ മുമ്പിൽ നിന്നാലും അതിനെ താഴെയാക്കിക്കൊണ്ട് അവരെ കൊണ്ട് പറയിക്കും ഇത് യഹോവയായ ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണെന്ന് പറയിപ്പിക്കുന്ന ദിവസം വരുമെന്നുള്ളത് ഒരു ദൈവവേദന മറന്നു പോകരുത്. പിന്നെ അവിടെ പറയാം അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് അത്യുന്നതൻ, അതിന് മുകളിലൊന്നുമില്ല. ഉന്നതനല്ല, അത്യുന്നതൻ. നമ്മുടെ ദൈവത്തിന്റെ ആ പേരുകളൊക്കെ വായിക്കണം, അതിന് മുകളിൽ പറയാൻ മറ്റൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത, ദൈവത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം ബാബിലോണിലേക്ക് യൗവനക്കാരായ ചെറുപ്പക്കാരെ കടന്നുപോയി. അവരവിടെ ആയിരിക്കുമ്പോൾ നെബൂഖദ്നേസർ ഒരു ബിംബത്തെ നാട്ടിക്കൊണ്ട് പറയും ഇതാ ദൈവം, ഇതിനെ ആരാധിക്കണം. ഭയങ്കര വലിപ്പം, 60 കുടം നീളവും അതിന്റെ വലിപ്പവുമുള്ള ബിംബം. പക്ഷെ ഈ 3 ബാലന്മാർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആരാധിക്കത്തില്ല. കാരണം ഞങ്ങളുടെ ദൈവം അത്യുന്നതനാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഈ നിൽക്കുന്നത് അതിന്റെ കീഴിലേ ഉള്ളൂ. 60 കുഴമെന്ന് പറയുന്നതിന്റെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. ഈ ഭൂമി മുഴുവനും അവരുടെ പാദപീഠമാണ്. ഞങ്ങളുടെ ദൈവം അത്യുന്നത, എല്ലാം മുകളിലാണ് ഞങ്ങളുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നത് ആരെ മാത്രമേ ആരാധിക്കാവൂ? നെബൂഖദ്നേസരെ, ഇതൊന്നും കണ്ട് ഞങ്ങൾ ഭയപ്പെടത്തില്ല. ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു അത്യുന്നതമുണ്ട്. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. ഈ തീരുമാനമാണ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ തീരുമാനം ഉണ്ടാകുമ്പോഴാണ് പറയാൻ കഴിയുന്നത് എന്റെ ദൈവം അത്യുന്നതനാ. എനിക്ക് ഈ ലോകത്തിലെ ഈ പുറംപൂച്ചികളൊക്കെ കണ്ട് ഭയപ്പെടുത്താമെന്ന് പലരും ചിന്തിച്ചാൽ അതൊന്നും നടക്കത്തില്ല. കാരണം എന്റെ കൂടെ ഉള്ളത് അത്യുന്നതനായ ദൈവമാണ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുകയാണ്, നെബൂഖദ്നേസർ അവിടെ ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തില് നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്. 3:26 എന്ന് വായിക്കും. ദാനിയേൽ പ്രവചനം 3:26. എരിയുന്ന തീച്ചൂളയുടെ വാതിൽ. അതുവരെ അവൻ പറഞ്ഞിരുന്നു അത്യുന്നതൻ ഞാനാണ്, ഞാൻ നിർത്തിയ ബിംബമാണ്. എന്നിട്ട് പറഞ്ഞ എന്താ പറയുന്നത്? മതി. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? പുറത്തു വരാൻ. ഇത്രയും നേരം നമ്മുടെ കാനവത്തിന്റെ ഭാഷയിൽ ചോദിച്ചാൽ ഇത്രയും നേരം അങ്ങനെ പറഞ്ഞ് അങ്ങ് വലിയ അത്യുന്നതനാണെന്ന്. ഇപ്പൊ എന്താ പറ്റി? ഇതാണ് ദൈവത്തിന്റെ ജീവിതത്തിലെ വിജയം. നാം വെറുതെ സേവിക്കാൻ ഇറങ്ങിയവരാണ്. നാം സേവിക്കുന്ന ദൈവം ചെറുതല്ല. നാം സേവിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, യഹോവയായ ദൈവമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സമയത്തും വെളിപ്പെടുത്തി തന്ന ദൈവമാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവമാണ്. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടും പലപ്പോഴും ഇതേ ഉൾക്കൊള്ളാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഈ സങ്കീർത്തനം നമുക്ക് വളരെ വ്യക്തമായി വായിക്കുമ്പോൾ നമുക്കറിയാം. അതിന്റെ 3 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയില്ല. നമുക്കറിയാം അതിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും വായിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ദാവീദ് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്ന, അത്യുന്നതനിൽ ആശ്രയിക്കുന്ന, സർവശക്തന്റെ നിഴലിൽ പാർക്കുന്ന ഒരുവന് ഇതൊന്നും പേടിക്കേണ്ട. ഇതെല്ലാം ഉണ്ട്. ഇത് എല്ലാം ഈ ലോകത്തിലുണ്ട്. രാത്രിയിലെ ഭയമുണ്ട്, പകൽ പാർക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. യൗവനക്കാരനായ തന്റെ മകനോട് പറയുകയാണ്, ഏത് കാലഘട്ടത്തിലും നിന്റെ വാർദ്ധക്യ സമയത്തും നിന്റെ യൗവനകാലത്തും നിന്റെ ഏത് കാലഘട്ടത്തിലും മധ്യാഹ്ന സമയത്തും ഒക്കെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കെതിരെ വരുന്ന ഒരു ദുർശക്തിയുണ്ട്. അതിനെ ജയിക്കുവാനുള്ള കൃപ നിനക്ക് ഈ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ ലഭിക്കും. സർവശക്തന്റെ നിഴലിൽ പാർത്താൽ നിനക്ക് ലഭിക്കും. യഹോവയായ ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കതിനെ ജയിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം, നീ സർവശക്തന്റെ നിഴലിലായിരിക്കണം. നീ അത്യുന്നതന്റെ മറവിലായിരിക്കണം. യഹോവയുടെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കണം. ഇതില്ലാതെ നീ 180 പ്രാവശ്യം സങ്കീർത്തനം ചൊല്ലി
ചൊല്ലിയാലും സാത്താൻ നിന്നെ വിട്ടുപോകത്തില്ല. കാരണം പതിയിൽ പൊരുക്കിയിട്ട് വഴിയിൽ പതിയിരിക്കുന്ന ഒരു ദുഷ്ടനുണ്ട്. അവന്റെ പേരാണ് സാത്താൻ എന്ന് പറയുന്നത്. അവന് ലോകമനുഷ്യനെ അല്ല നോട്ടം എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതലെ നീ യാത്ര ചെയ്യുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത്, നീ പാർക്കുന്നിടത്ത്, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ജീവിതത്തിലെ സമ്പത്തിനെതിരെ ഒക്കെ അവൻ പതിയിരിക്കും. അത് ഏത് സമയത്തെന്നല്ല, ഒരുപക്ഷെ രാത്രിയിലായിരിക്കാം, ഒരുപക്ഷെ മധ്യാഹ്നത്തിലായിരിക്കാം, ഒരുപക്ഷെ നിന്റെ നല്ല സമയങ്ങളിലായിരിക്കാം. ഈ പതിയിരിപ്പുകളെ തിരിച്ചറിഞ്ഞ് നിനക്ക് വിജയം പ്രാപിക്കണമെങ്കിൽ ദാവീദ് ശലോമോനോട് പറയുക, ശലോമോനെ നീ അത്യുന്നതനിൽ ആശ്രയിക്കണം, നീ അത്യുന്നതന്റെ മറവിലായിരിക്കണം, സർവശക്തന്റെ നെടുവിൻ കീഴിൽ നീ പാർക്കണം. യഹോവയായ ദൈവം നിനക്ക് പരിചയം പറയുമായിരിക്കണം. ഇത് നഷ്ടപ്പെട്ടേച്ച് നീ അനർത്ഥത്തിൽ വീണ യാതൊരു പ്രയോജനവും. കർത്താവ് തന്നെ പറയുന്നു, ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഭയപ്പെടേണ്ട. പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? ദേഹത്തെ ദേഹിയെയും കൊണ്ട് നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടും. ഇത് നമുക്ക് ആരെയാ പേടിയെന്നറിയാമോ? ഈ ദേഹത്തെ കൊല്ലുന്നവരെ. സുവിശേഷത്തിൽ പോയാൽ അടി കിട്ടുമെന്നുള്ള പേടി, അപകടം ഉണ്ടാകുമോ എന്നുള്ള പേടി, ആരെങ്കിലും നമ്മളെ നിന്ദിക്കുമോ എന്നുള്ള പേടി, ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ എന്റെ ആ ഈഗോ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഇതൊക്കെയാണ് നമുക്കുള്ളത്. കാരണം എന്താ പറയുക, നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് പറയും, ഇത് ഒരു ചുക്കുമില്ല. ഈ ശരീരം എവിടെ നിന്ന് എടുക്കുക? മണ്ണിൽ നിന്ന് എടുക്കുക. ഇത് മണ്ണിലേക്ക് തിരികെ ചെയ്യും. പക്ഷെ നിന്റെ ഉള്ളിലുള്ള ആത്മാവാണ്, അതിന് മരണമില്ല. ആത്മാവിലേക്ക് നിലനിൽക്കുന്നത് രണ്ട് വഴി മാത്രം. ഒന്ന് നിത്യ നരകത്തിലേക്ക് ആത്മാവ് പോകും, അല്ലെങ്കിൽ നിത്യ സ്വർഗത്തിലേക്ക് പോകും. ഇവിടെ പറയുക, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നെടുവിൻ കീഴിൽ പാർക്കുന്നവൻ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ, അവന്റെ ആത്മാവ് എന്നുവന്നേക്ക് നിൽക്കും. അത് ദൈവസന്നിധിയിൽ എന്നും നീതിയുള്ളതായിരിക്കും. മറ്റൊന്നിനെ കൊന്നവൻ നരകത്തിൽ തള്ളിയിടുമ്പോൾ ജീവൻ നൽകി നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നതെന്ന് മറന്നുപോകരുത്. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, യഹോവയായ കർത്താവ് എന്നുവെന്ന് നമ്മോട് കൂടെ നമ്മെ വഴി നടത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെടുന്നതിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദൈവത്തിനായി സ്തോത്രം. കർത്താവിനെ കുറിച്ച് നാം സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ പരിപാലനത്തെ കുറിച്ച്, കർത്താവിന്റെ കരുതലിനെ കുറിച്ച് ഹല്ലേലൂയ. ഞങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു പ്രതികൂലത്തിന്റെ മേലും ഞങ്ങൾക്ക് ജയം നൽകുന്ന, വിടുതൽ നൽകുന്ന ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് രാവിലെ കാലം കേൾക്കുവാൻ, ഇത് ഞങ്ങൾക്ക് ഇതിൽ ഉറപ്പായി തീരുവാൻ, ഇതിന്റെ ആഴ്ചകളിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിടുതലായി മാറുവാൻ കർത്താവിടെ സ്തോത്രം. ബലപ്പെടുത്തിയല്ലോ, വീണ്ടും അനുഗ്രഹിക്കണം. കർത്താവിന്റെ അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യം നിർത്തുമാറാകണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, അനുഗ്രഹിച്ചു കൃപയ്ക്കായി സ്തോത്രം. ഈ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കടന്നു വരും. Which will come forward for the memory verses. Timothy 6:12. Fight the good fight for the true faith. Hold tightly to the eternal life which God has declared upon you, which you have declared so well before many other witnesses. Set you as our things above, not on earthly things. Colossians 3:2. Proverbs chapter 3, verse 7 and 8. Do not be wise in your own eyes. Fear the Lord and shun evil. This will bring health to your body and nourishment to your bones. Acts chapter 8, verse 8. And there was great joy in that city.
Proverbs 6, verse 24. Gracious words are honeycomb, sweet to the bones, sweet to the soul, and healing to the bones. It is always pray without ceasing. Pray without ceasing. In everything give thanks, for this is the will of God in Christ Jesus for you. 1 Thessalonians 5, verse 16. 97:7. After all we can seek your fund, knock and your hear. Blessed are the merciful, for they shall obtain mercy. Blessed are the pure in heart, for they shall see God. Blessed are the peacemakers, for they shall be called the sons of God. Matthew 5, verse 7, 8, and 9. Psalm 91 verses 9 to 12. If you say the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, no disaster will come near your tent. For he will command his angels concerning you to guard you in all your ways. They will lift you up in their hands so that you will not strike your foot against a stone. Psalm 89, verse 1. I will sing of the mercies of the Lord forever. With my mouth will I make known thy faithfulness to all generations. As you have renewed thy nation in the commandments of the Lord, so shall it also be named your name. From you will to name them Shabbat Shabbat. All flesh shall come and worship before me, says the Lord. Isaiah 66, verse 22 to 23. Hallelujah. യാത്രയും സീയോൻ സഞ്ചാരി ഓരങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട യാത്രയും സീയോൻ സഞ്ചാരി ഓരങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും കാറ്റിനെയും കടലിനെയും നീയത്തിൽ പകരുന്ന കടലിൽ
നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത വേഗത്തിൽ നിങ്ങളോട് പങ്കുവെച്ച് വൈപ്പിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. 2 Kings chapter 3 verse 16 through 18. പ്രത്യേക സ്തോത്രം വായിക്കാം. ഇംഗ്ലീഷിൽ വായിച്ചു. And he said, Thus says the Lord, I will make the dry stream full of food. For thus says the Lord, you shall not see wind or rain, but the steamboat shall be filled with water, so that you shall bring you, your livestock, and your animals. This is a light thing in the sight of the Lord. He will also give the Moabites into your hand. Praise the Lord. Hallelujah. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഭാഗമാണ്. സ്തോത്രം. അതിന്റെ ചരിത്ര ഭാഗത്തെ കുറിച്ച് പോയി അത് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതെല്ലാം അറിയാവുന്ന ഭാഗമാണ്. പ്രധാനമായും പറയുന്നത് you will see neither wind nor rain, but the valley will be filled with water. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇതൊരു വാഗ്ദത്തമായി ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മധ്യയിൽ ചെയ്യുവാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ ഉദ്ദേശിക്കുക ആത്മീയമായ അർത്ഥമാണ് ഇതിൽ ഇന്ന് പകരക്കാരൻ പ്രധാനമായും പ്രതിഫലിപ്പാൻ ആഗ്രഹിക്കുന്നത്. The spiritual meaning behind this incident that happened in the valley where people of Israel and people of Judah and also the king of Edom, they clubbed together to wage war against Moab. മോവാബിനെതിരെ യുദ്ധം ചെയ്യുവാൻ 3 രാജാക്കന്മാർ ഒരുമിച്ച് കൂടി. The war against Moab. ഇസ്രായേലിന്റെ രാജാവ്, അതുപോലെ യഹൂദ രാജ്യത്തിന്റെ രാജാവ്, അതുപോലെ ഏദോമിന്റെ രാജാവ്, ഇവർ 3 പേർ ചേർന്നാണ് ഒരുമിച്ച്. എന്നാൽ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന്റെ എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. ഇവർക്ക് സൈന്യത്തിന്റെ കുറവൊന്നുമില്ല. ഇവർ 3 ശക്തന്മാരായ ഒരു രാജാക്കന്മാരാണ്, 3 രാജാക്കന്മാർ. പക്ഷെ അവർക്ക് സംഭവിച്ച കാര്യം എന്താണ്? വെള്ളമില്ല. എത്ര മിടുക്കനാണെങ്കിലും, എത്ര ആയുധം വെച്ച് യുദ്ധം ചെയ്യാൻ അറിയാവുന്നതാണെങ്കിലും എന്താണ് കാര്യങ്ങൾ കൈവിട്ടു പോയാൽ എന്ത് സംഭവിക്കും? പതറിപ്പോ. വെള്ളമില്ലെങ്കിൽ ഒന്നും ചലിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ആത്മീയമായും ഇതിന് വലിയ അർത്ഥമുണ്ട്. സ്തോത്രം. നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ചലിപ്പാൻ കഴിയും. ഇനി കുറേക്കാലം സത്യത മനസ്സിലാക്കിക്കോണം. എല്ലാ സാമഗ്രിയും നമുക്ക് ഒപ്പിക്കാൻ കഴിയും. പണമുണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ, റിസോഴ്സ് ഉണ്ടെങ്കിൽ, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ചലനം താഴ്വരയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നാം അതിൽ സ്തബ്ധരായി പോകും. ഹല്ലേലൂയ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിൽ റിസൾട്ട് ജയിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം ചെയ്യുവാനുള്ള ആരോഗ്യം ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഊർജ്ജത്തിന്റെ സ്രോതസ്സായ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പായ വെള്ളത്തിന്റെ സ്രോതസ് നമുക്ക് ആവശ്യമാണ്. ശരീരമായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിന്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാമം നമ്മുടെ തലമുറയും ഹല്ലേലൂയ നമുക്കുള്ള സ്വയത്തിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ലെങ്കിൽ ഹല്ലേലൂയ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. യോജിച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ യോജിപ്പിന്റെ മധ്യേ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഒരു വളരെ പ്രതിസന്ധിയിലായി. They got so much confused. They don't know what to do. ഹല്ലേലൂയ. അവരുടെ പ്ലാനിങ്ങൊന്നും തെറ്റിയില്ല. അവർ ഒരുമിച്ച് കൂടി ഐക്യതയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. കാര്യങ്ങൾ സ്ട്രാറ്റജിയിലൊന്നും അവർക്ക് പ്രശ്നം പറ്റിയില്ല. പക്ഷേ യഥാർത്ഥമായി വെള്ളത്തിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലായപ്പോൾ അവർ ചെയ്തെന്തുവാ? സ്തോത്രം. ചോദിച്ച ചോദ്യമുണ്ട് അവിടെ. ആ ഭാഗമൊക്കെ ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നു, ഇവിടെ ദൈവത്തിന്റെ ആലോചന പറയാൻ ആഗ്രഹിക്കുകയോ? ഇതാണ് ചോദ്യം. സ്തോത്രം. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ ചോദ്യം. സ്തോത്രം. മറ്റോർക്കാരുടെ ചിന്തയില്ല. ദൈവത്തിന്റെ പ്രിയോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് നാം ചോദ്യം ഉയർത്തിയാൽ, ദൈവത്തിന്റെ വചനത്തിനായി നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. അത് ആരിൽ കൂടെ ദൈവം വെളിപ്പെടുത്തും. ഈ ദിവസം നമ്മുടെ ദൈവസഭ നാളുകളായി ആഗ്രഹിച്ചതാണ്, ദൈവമേ അവിടുത്തെ ആലോചനകളെ അറിയിക്കണം, അവിടുത്തെ വചനങ്ങളെ അറിയിക്കണം. ആ ആഗ്രഹത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ മധ്യേ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നൊരു കാര്യം ആ വചനത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കണമേ.
ഏലിയാവിന്റെ കരത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിടുക. ഏലിശ അവിടെ ഉണ്ടെന്ന് യഹൂദരാജാവ് പറയുകയാണ്. എലിശയുടെ കാര്യം പറഞ്ഞിട്ട് എലിശ പറയുക, സ്തോത്രം, നിന്റെ ഇസ്രായേൽ നിന്റെ അപ്പനും അമ്മയും പിന്തുടർന്ന എന്താണ് വാക്യത സ്വന്തം വായിച്ചട്ടെ, നിന്റെ പിതാവും മാതാവും ഒക്കെ സേവിച്ചു പോകുന്ന ദർശകന്മാരെ കൊണ്ട് ആലോചന പറയിക്കപ്പെടും. അതാ പറഞ്ഞല്ല, നിന്റെ പക്കലത്തെ ദൈവാലോചന പ്രാപിച്ചേ മതിയായിരുന്നു. എലിശ പറഞ്ഞു, യഹോശാഫാത്തിന്റെ മുഖം ഓർത്ത്, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, യഹോശാഫാത്തിന്റെ മുഖം ഓർത്ത്. പ്രിയമുള്ളവരെ, ചിലരെ ഓർത്തതുകൊണ്ട് ഹല്ലേലൂയ, ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയായിട്ടാ, ചിലരുടെ ഘടനയിലുള്ള മറുപടിയായിട്ടാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതുവഴിയൊക്കെ പോയെങ്കിലും അതിൽ വഴിവിട്ട് പോയെങ്കിലും ചിലരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ചില വിശ്വസ്തന്മാർ ദൈവത്തിനിടയിൽ ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ പറയുക. ഞാൻ ആലോചന പറയാം. അടുത്തതായി ആ ദൈവത്തിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തം ആ യുദ്ധത്തിന്റെ നടുവില്, യുദ്ധഭൂമിയിൽ, in the scenario of that war, the crisis situation, and God's promise is coming. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ, as a child of God, hallelujah, what is our hope? Praise the Lord. നമ്മുടെ പ്രത്യാശ എന്തുവാ? Praise the Lord. ദൈവത്തിന്റെ വാഗ്ദത്തം. The situation might be so different. The situation might be against us. The situation might be so challenging towards us. We are not seeing any resources. പറയുക, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. ഇതാണ് വെള്ളത്തിന്റെ സ്രോതസ്. This is what that we see usually. Hallelujah. പക്ഷെ കർത്താവ് യേശു പറയുന്നുണ്ട്, ഉത്സവത്തിന് ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് പറയുക, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. യോഹന്നാന്റെ വിശുദ്ധമുള്ള അർത്ഥമാക്കി. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൽ. John 7:38. യോഹന്നാൻ 7:38 വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ. ബാക്കപ്പ് വേണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവെഴുത്ത് just like the scripture says. ഇതുപോലെ എത്ര വിശ്വസിക്കുന്നുണ്ട്? വചനത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് പറഞ്ഞാൽ ഹല്ലേലൂയ. സിറ്റുവേഷനൊക്കെ റിസോഴ്സ് ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പറയാം, ചില കാര്യങ്ങളുടെ മേൽ, ചില വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ആലോചന പകൽക്കാലമില്ല, നാലുകാലം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിനായി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി, ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയാകട്ടെ, ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിലാകട്ടെ, അല്ലെങ്കിൽ കർത്താവ് വഴികളൊന്നും തുറക്കുന്നില്ലല്ലോ, എന്താണ് ഇതിന്മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കാര്യം പറയുക, വാചകത്തിന് അത് സൃഷ്ടിക്കാൻ കഴിവുള്ള ഹല്ലേലൂയ ഇല്ലായ്മയുടെ സ്ഥലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ഒരു ദൈവത്തിന്റെ സന്നിധിയാണ് നമുക്ക് പകൽക്കാലമായിരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം ഹല്ലേലൂയ ചെല്ലുന്ന ഇടത്ത്, ഈ വചനം ഏറ്റെടുക്കുന്ന ഇടത്ത്, ഈ വചനത്തിൽ തറയ്ക്കുന്ന ഇടത്ത്, ഈ വചനം പ്രവേശിപ്പാൻ നാം ഇടം നൽകുന്ന ഇടത്ത് ഒരു സൃഷ്ടിപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ ജീവന്റെ തുടിപ്പ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഹൃദയത്തിലെടുത്താണ് ഹല്ലേലൂയ ജീവജലത്തിന്റെ നദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, വെള്ളം ദൈവം തരും. ദൈവത്തിന് തരുവാൻ ഒരു നിമിഷം മതി. പക്ഷെ നിങ്ങളുടെ കാര്യം ചെയ്യണം. അവരോട് പറഞ്ഞെന്തുവാ? താഴ്വരയിലും പറഞ്ഞത് യഹോവ അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികളുണ്ട്. ഇവര് പടയാളികൾ. They are trained to wage war, not to dig trenches. Hallelujah. കുഴി വെട്ടാൻ വേണ്ടിയല്ല ഇവരെ വിളിച്ചത്. ഇവർക്കുള്ള ട്രെയിനിങ്ങും അതല്ല. പക്ഷെ ദൈവം പറയാ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, വെള്ളം വേണമെങ്കിൽ താഴ്വരയിൽ കുഴി വെട്ടണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ദൈവം ആ പരിശുദ്ധാത്മാവിനെ അയപ്പാൻ ബാധ്യസ്ഥനാണ്. ദൈവം ഒരു ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ ദൈവത്തിൽ മുട്ടുകുത്തുവാൻ, ദൈവത്തിൽ നടന്ന് താഴ്ത്തുവാൻ, ആയുധപാണിയൊക്കെ അഴിച്ചു വെച്ച് ഹല്ലേലൂയ കൈക്കോട്ടും മൺവെട്ടിയും കയ്യിലെടുത്ത് ഹല്ലേലൂയ അധ്വാനിപ്പാൻ ദൈവത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങളെ മണ്ണിൽ കുഴിച്ചു പൊടിയിടുവാനല്ല, അവിടെ കുഴിവെട്ടുവാൻ പരിശുദ്ധാത്മാവ് അവിടെ നിറയ്ക്കുവാൻ. നീ അധ്വാനിച്ചാൽ, നീ കണ്ണുനീരൊഴുക്കിയാൽ, നീ മുട്ടുമടക്കിയാൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവത്തോട് നിലവിളിച്ചാൽ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാൽ അത് നിറയ്ക്ക് വരുന്ന ദൈവത്തിന്റെ കഴിയും. ഹല്ലേലൂയ. ഇല്ല എന്ന സ്ഥലത്തെ ഉള്ളവരെ വിളിച്ചു വരും. നമ്മളാരും ഇന്ന് നമ്മുടെ കൈകളൊന്നും നാം കൊടുത്തതല്ല. ഹല്ലേലൂയ. ഇന്ത്യയിൽ കൊണ്ടുവന്ന എത്രയുണ്ട്? സ്തോത്രം.
7 വർഷം മുമ്പ് വന്ന എനിക്ക് പറയാൻ കഴിയും ഞാൻ തുക വന്നതാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? ഓർത്ത് നോക്കിക്കേ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലയോ? ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിച്ചില്ല, ദൈവത്തിന്റെ സ്തുതിച്ചാട്ടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറെ പെട്ടികളുമായി വന്നവരാ പലരും. ഹല്ലേലൂയ, സ്തോത്രം. കുറെ പഴത്തുണി വാരിയിട്ട് വന്നവരാ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഹല്ലേലൂയ. എങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. കണ്ണുനീർ ഒഴുകുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ നിലവിളിച്ചപ്പോൾ അത് ഭൗതികമായ അനുഗ്രഹം, ആത്മീയമായോ ഒന്നുമില്ലാതെ നമ്മെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ച ഈ ദേശത്ത് ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടമാക്കി ദൈവം നിർത്തിയില്ലേ? അത് ദൈവത്തിന്റെ വിശ്വസതയില്ലയോ? ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും അത് വരികയില്ല. പ്രിയമുള്ളവരെ, അത് ചെയ്ത ദൈവത്തിന് ഇനിയും ചെയ്യാൻ കഴിയും. വിശ്വാസം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പരിമിതിയൊക്കെ ഉണ്ട്, സമ്മതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ പരിമിതികൾക്കപ്പുറത്തേക്ക് നമ്മെ തള്ളിവിടുവാൻ, പരിമിതികൾക്കപ്പുറത്തേക്ക് ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ വെളിപ്പെടുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇവർ കുഴിവെട്ടി പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ചുണർത്തിയതുപോലെ ചെയ്തപ്പോൾ എന്തുവാണ് അവിടെ പറഞ്ഞിരിക്കുന്നു? അവിടെ എല്ലാം വെള്ളമാണ് പറയുന്നത്. താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു. വെട്ടിയ കുഴിക്കകത്ത് മാത്രമല്ല, ഇത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കുന്ന പ്രത്യേകതയുണ്ട്. ഇത് നിറയ്ക്കുക മാത്രമല്ല, നിറഞ്ഞ് കവിയിൽ തന്നെ പോകും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകും. പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിറയും. ഹല്ലേലൂയ. നിറഞ്ഞിട്ട് ഇതൊരു ഒഴുക്കിലേക്ക് പോകും. ഹല്ലേലൂയ. തൃപ്തി അറിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ബൗണ്ടറി കെട്ടി 4 വഴിക്ക് നമുക്ക് പ്ലാൻ വേണ്ട. അത് പ്രകാരം ഈ പരിശുദ്ധാത്മാവിനെ കെട്ടി നിർത്താൻ നോക്കുമ്പോൾ കർത്താവ് പറയുക, ഇത് പുറത്തെ കുഴിയിലുള്ളതല്ല. ഹല്ലേലൂയ. ഇത് ഇവിടെ കൊണ്ട് കെട്ടി നിർത്തുന്നതല്ല. ആലയത്തിന്റെ 4 ചുവരിനകത്തുള്ളതല്ല. നിന്റെ കോമ്പൗണ്ട് ബോർഡിനകത്ത് നിൽക്കേണ്ടതല്ല. ഇത് പുറത്തെ കുഴിയിലുള്ളതാ. അനേകരുടെ വിടുതലിന് വേണ്ടി ഇത് പ്രവഹിക്കേണ്ടതാ. The whole area was filled with water. Praise the Lord. Hallelujah. The whole valley was filled with water. കുഴിച്ചത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേണ്ടി, നീ പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ച വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ദൈവത്തിന് വിടുതൽ കാണുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലമുറയെ കുറിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. ചിലവൻ ചോദിച്ചു, ഈ ജനത്തെ നയിക്കാനുള്ള വിജ്ഞാനം മാത്രം എനിക്ക് മതി, ഹല്ലേലൂയ, ഒരു ബുദ്ധി എനിക്ക് മതി, ഒരു പരിജ്ഞാനം എനിക്ക് മതി. പക്ഷേ ദൈവം അവൻ ചോദിച്ചത് മാത്രമല്ല, അതിൽ അധികമായ ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസത. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ദൈവസ്ഥലം നമ്മെ സമർപ്പിക്കുവാൻ ആരംഭിച്ചാൽ, the valley was filled with water, the promise fulfillment resulted in the victory over the enemy. അവരുടെ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് ജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ദൈവം നൽകി അവർക്ക് ജയം. അതും പോരാതെ, അതും പോരാ, ഇതും പോരാ എന്നുകൊണ്ട് ചോദ്യമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് തോന്നലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് അകലാതെ നിന്നെക്കുറിച്ച് ആഗ്രഹമുണ്ട്. അത് നിവർത്തിക്കും വരെ അവന്റെ പ്രവർത്തനത്തിന് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ച് മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. അത് പലപ്പോഴും പ്രാർത്ഥനയോടെ നാം തിരിച്ചറിയണം. ഇതാണ് ദൈവത്തെ എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം. ആളുകൾ നമ്മെ നോക്കിയിട്ട് വരും. ഹല്ലേലൂയ. നാം ചോദിക്കുമ്പോൾ ഇവരെന്തുവായി ചോദിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് ചോദിക്കുമെന്നാണ് ദൈവത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നാൽ, തലമുറയെ കുറിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ വന്നാൽ, ഇവർ ഇന്നതായി തീർന്നവരെ ഇവരുടെ ഈ പ്രവൃത്തി വെളിപ്പെടണം എന്ന് നീ ആഗ്രഹിച്ചാൽ, പരിമിതി ഒത്തിരി ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മോശം ചിന്തിച്ചില്ല താൻ ജനത്തിന്റെ നേതാവായി നിൽക്കുന്നു. എന്നാൽ ദൈവം തടിച്ച നാളുള്ളവരെ, ഹല്ലേലൂയ, സംസാരിപ്പാൻ ഹല്ലേലൂയ പ്രാപ്തിയില്ലാത്തവരെ ലക്ഷോലക്ഷം ജനങ്ങളെ നയിപ്പാനുള്ള അഭിഷേകമായി നിറച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. പിറ്റേന്നാൾ ഭോജനയാകുന്ന സമയത്ത് ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. The whole countryside was filled with water. പ്രിയമുള്ളവരെ, റിസോഴ്സ് നോക്കിയിരിക്കുന്നവരുടെ ദൈവത്തിന്റെ ആലോചന ഇല്ല. സെക്രട്ടറി ദൈവം പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവല്ല.
നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിച്ച് നടക്കാറുണ്ട്, നമ്മുടെ പ്ലാനിങ് ചെയ്ത് നടക്കാറുണ്ട്, നമ്മുടെ റിസോഴ്സസ് കൊണ്ട് പണം കൊണ്ടോ നമ്മുടെ കയ്യിൽ തുച്ഛമായ ഉള്ളതുകൊണ്ട് നടക്കാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ ചെയ്യുന്ന എന്റെ ദൈവം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു വഴിയും നടന്നിട്ടില്ല, ഒരു മേഖലയും അത് മറവായിരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം എന്റെ ബുദ്ധിമണ്ഡലമാണോ, എന്റെ ഭൗതിക മണ്ഡലമാണോ, എന്റെ ആത്മമണ്ഡലമാണോ, എന്റെ കുടുംബ ജീവിതത്തിലോ ഫലപ്രദമാണോ, എന്റെ ശാരീരിക പ്രയാസങ്ങളാണോ, ഇന്ന് പകൽക്കാലം any matter, hallelujah, you can name it, my God is, hallelujah, enough for you, hallelujah. My God shall supply all your needs. എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ആവശ്യവും നിന്റെ പ്രാർത്ഥനയല്ല, according to his riches and glory, hallelujah. അവന്റെ ധനത്തിനും മഹത്വത്തിനും അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം എന്തെങ്കിലും ചെയ്ത അവിടെ അവന്റെ മഹത്വം വിളിക്കും. നമ്മൾ പറയുന്ന ഇത്രയും മിനിറ്റ് കാര്യങ്ങൾ വരില്ല, പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നത് തന്റെ മഹത്വം തന്റെ ധനത്തിനും. ഇന്ന് പകൽക്കാലം ആഴ ശരീരം പ്രാർത്ഥിക്കുന്നോട്ടോ ഹല്ലേലൂയ. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ ലഭിക്കുമ്പോഴേ ദൈവത്തിന് എവിടെ വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, fulfillment of God's promise. If you are obedient to God's promise, He will be fulfilled. Hallelujah. Praise the Lord. അതും പോരാതെ വന്നിട്ട് അവൻ ജയം നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം പോരാടുന്നത് ജയത്തിന് വേണ്ടിയാണ്. നാം ജയിച്ചവരുടെ കൂട്ടത്തിലാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവൻ മരണത്തെ ജയിച്ച് ജയിക്കുക. എത്ര പേര് പകൽക്കാലം ഒരു ജയത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താൽക്കാലികമായ വിടുതൽ നാം ആഗ്രഹിക്കുന്നത് ഒരു വലിയ ജയമാണ്. ഹല്ലേലൂയ. ആത്മികമായ ജനം അത് ജനത്തിനുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദികള് ഹല്ലേലൂയ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല സൈന്യമുഖത്തോട് രാജാവ് രക്ഷപ്പെടുന്നതില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകുന്നത് നമ്മുടെ ദൈവമാകുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി തന്നെ സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ മഴ കാണുകയില്ല, എന്നാൽ ജലാശയത്തെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ഉള്ളിൽ നിന്ന് തുറക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തുറക്കപ്പെടും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ തിരുവഴുത്ത് പ്രകാരം ഇത് വെളിപ്പെടും. ഇന്ന് പകൽക്കാലം തിരുവഴുത്ത് പ്രകാരം വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളിൽ സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, കൂട്ടായ്മയുടെ ആരംഭം മുതൽ അപ്പൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ അപ്പന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമേ അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തിയല്ലോ പിതാവേ, അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. യാത്രകളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം, കൂടെ ഇരുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. അപ്പാ പിതാവേ, ദാനമായി നൽകിയ ഒരു പൈതലുമായ ദൈവമേ, ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ആഹ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. പൊന്നുകർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൂട്ടായ്മയ്ക്ക് വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. പിതാവേ സ്തോത്രം. ഇടയോഗങ്ങൾ അനുഗ്രഹിക്കുമാറാകണം. അങ്ങയുടെ ദാസന തിരുക്കരത്തിൽ താങ്ങുമാറാകണം. പിതാവേ, തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് തന്ന വചനം ദൈവം വിവേചിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി പകർന്നല്ലോ പിതാവേ, അതിനായി നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞാലും പിരിയാതെ ഞങ്ങളോടിരുന്ന് ഞങ്ങളെ കാക്കുന്ന ദൈവത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. പിതാവേ സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഞങ്ങളുടെ മധ്യമുണ്ട് പിതാവേ, പൂർണ്ണ ആരോഗ്യം പോലും അവർക്ക് കൽപ്പിക്കുമാറാകണം. അപ്പാ, അങ്ങ് നൽകുന്ന അനുഗ്രഹവും ആശ്വാസവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ പിതാവേ. ദൈവം പ്രവർത്തിക്കണം, അത്ഭുതം ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. Hallelujah. Praise the Lord. Hallelujah. Praise God. God is good. Amen. All the time. Praise God. Yeah. God has given us a very blessed convention for that. I praise God. Let's praise God. Praise God. Praise the Lord. Praise the Lord. Praise the Lord. And a couple of our 3 children decided to take part in the water baptism. So I thank God for that. As a church, just praise God for that. Praise the Lord. Praise the Lord. Praise the Lord. Now the thing is that it is not just God's eyes are upon our children, but also in this evil world, the powers of the darkness, they are looking into our children. They desire our children.
So what I earnestly request to you as a father, as a youth director, so as a partaker of the church is that, please pray for our children. Those who are desiring to take water baptism, those who have already taken water baptism, we need to pray for them. So please, that's an earnest request to you all. It's a joy for us, but there are challenges. We should be fearfully and prayerfully thinking about these decisions of theirs. God should honor that decision. Praise God. And today, Rabbi will talk about during the Psalm 91. He just mentioned about Shadrach, Meshach, and Abednego and Daniel. Today morning, I was reading a book called Daniel Undefiled. I wanted to share that point with you all. So the thing is that, so how can we be in fiery furnace but not be burned? This is especially for the children. Please listen to it. We are in this world. It's like a fire unto us, and how can we not be burned in this fire? How it is possible? Can someone answer that? Just a guess. No? Okay. So the statement of what I liked of there is that it said that we should be fire unto this world. Amen. We as children of God, we become the fire for this world. So how, so whenever, we know that, we understand the temptations, we understand the challenges in this world. You might be down, you might be sorrowful, but all those things, I came up with a catch word for all of us, and if you're interested, okay? The thing is that, so just imagine, Shadrach, Meshach, and Abednego, they were in the fiery furnace, but nothing happened to them. So when we are the fire for the Lord, nothing will happen to us. Amen. So the catch phrase which I want to give to you is that when times come to you, when you are tempted, when you are sorrowful or sad, one statement you should make: I am not in the fire. Amen. I am the fire. Amen. Praise to God. Isn't it? I heard it in some TV thing or something, but this is so wonderful that when that's practically is a good use of it, make use of it. Let's praise God for that. Praise the Lord. Praise the Lord. God has made us the fire in this world. Praise be to God. Hallelujah. So before, without wasting much of the time, I would like to call upon a person who will be the chairperson of this meeting, and he's going to lead us. And God has given him a second life for that. Let's praise God. Hallelujah. He's studying here. Please raise your hands together, clap your hands together to pray. Please welcome Brother Joel Tyrion. This is his first time. Praise God. Amen. Praise God. Hallelujah. Praise the Lord. Thank the Lord for this opportunity. Let us start our youth meeting with a word of prayer. I would request to Uncle for that. സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരാധനയ്ക്ക് ശേഷം കർത്താവെ യൂത്ത് മീറ്റിംഗ് ആയിട്ട് അങ്ങയുടെ പാതപെടുത്തി ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഈ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവ്, ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. രേജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഈ പ്രോഗ്രാമിൽ ഓരോ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും തരുന്ന കർത്താവെ, അതിലിയാവുന്നതായിട്ട് ചെയ്യാനുള്ള കൃപ സ്വർഗം നൽകണം. ദൈവനാമത്തിലൂടെ മഹത്വപ്പെടുവാൻ സഹായിക്കണം കർത്താവെ. കേട്ടതുപോലെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാന്തരം കർത്താവെ, ഹല്ലേലൂയ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രിച്ചോളയിൽ കർത്താവെ അവർ നടത്തിയ ദൈവം, ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ലോകമാകുന്ന ഇതിൽ മുന്നേറുമ്പോൾ പൈതങ്ങളെയും ഞങ്ങളെല്ലാം ദൈവം നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടാ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ അങ്ങയുടെ ഭാഗത്തിലായിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ മറച്ചുകൊണ്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. Thank you. Our first program is song by Rohit and Abraham.
story by Irene Rubin. Praise the Lord, Mother Law. Today I will be reading a short story about a little girl named Anna, who had great faith in God. We have seen no signs of rain so far. Almost everywhere the crops are dried up. How will we have to do crops, Mama? Mama told her about the prophet Elijah. In Israel's history, there was a time of great strife and her family. Do you know when Elijah prayed, God gave rain to people of Israel after 3.5 years? This story from the Bible ignited Anna's faith. I remember Daddy praying for the first time during our time. Now it's time to go to church meeting. The whole church was fasting and praying for the rain. Anna's mom never interrupted it. Anna got ready and listened to about God is sure to bring rain tonight. So let me grab my mom. He said, Jacob. When you sit at church, the pastor preached the door and asked, why did you bring in your umbrella today? No rain is forecast for many weeks from now. Saying I went and bowing back make the elders laugh. But in our best uncle, when we won't pray today, God will give us this. God will be there when Elijah prayed, and he will do the same for us today. See the spirit of this little girl? She opened the rain and prayed to God with confidence. She had assurance that even if the forecast was against her, how many of us have this faith? Faith is confidence in what we will put and results about what we do not see. Amen. Praise God. Thank you, Irene, for that beautiful story. Next is instrumental music by Joseph Ron Thomas. Praise the Lord. Today I'm going to be singing, I have decided in both Malayalam and English. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus.
I thank the Lord for this time which He has given us. Also want to thank the Lord for the blessed worship service and for the youth meeting which we had at this moment. Before we conclude, I just want to say a few words. As most of our church youth and kids have started their school and will be starting in the coming days. When our church Sunday school kids, when our parents they leave their kids at school, when we youth go to school, when we are away from our parents, nobody is saying what we are doing, nobody is saying what our actions are, nobody is saying whom we are mingling with, what's our behavior, and are we respecting our elders. As we know our words, when Christ got crucified, from that day onwards, it is no longer us who is living, but it is Christ who lives in us. Since it is Christ who is living in our life, is living through our life, we should reflect Christ to our life. So I wanted to say that since it is Christ who is living through our life, we should have the fear of the Lord, and we should walk/live in a manner worthy in the sight of God. When we read Philippians 1 verse 27, it says, "Only let your manner of life be worthy of the gospel of Christ, so that whether I come and see you are absent, I may hear of you that you are standing firm in one spirit." When we are away from our parents, when we are away from our family members, our elders, our church people, no one is looking at what we are doing, what our actions and what we are speaking. But we should always be mindful that God is looking on us, and we are representing Christ through our life. When we are living a life representing Christ, we should be always humble. We should have humility, and in every way we should acknowledge God. As we see in Ephesians 4 verse 29 to 32, we should keep ourselves away from all corrupt talk. We should always say good things. We should be away from anger, clamor, slander, and be kind to one another, tender-hearted, forgiving one another as God in Christ forgives you. So we should be like that when we are representing Christ through our life. And when we have the fear of the Lord, there is a blessing which comes along with when we have the fear of the Lord. When we read Proverbs 1 verse 6, "The fear of the Lord is the beginning of knowledge. Fools despise wisdom and instruction." Since we are starting with the academics and all, since we have our jobs and all, we need God's wisdom, God's understanding, God's knowledge in our academics, in our extracurricular activities, in our job, in our difficult circumstances. At that time, when we have the fear of the Lord, God provides His wisdom, His knowledge, His understanding, so that we can face our academics, our extracurricular activities, our jobs in a blissful manner. And if we don't have that, we can ask from the Lord. If we have the fear of the Lord, when we see in Proverbs 2 verse 6 and 7, "For the Lord gives wisdom, from His mouth come knowledge and understanding. He stores up sound wisdom for the upright. He is a shield to those who walk in integrity." When the wisdom we speak over here is not the wisdom of this world. It is the wisdom we get from heaven, and this wisdom no one can comprehend, no one can understand. So if we need such a wisdom of the Lord, we need to have the fear of the Lord, and we need to live a life which is worthy in the sight of God. And for the second thing which I would like to say is that we should have a prayer life. We should pray when we wake up. We should pray before we go to sleep. We should wake up before having food. We should pray before leaving for somewhere. Because prayer is a very powerful thing which can help us in many of our situations. Our God is not looking for a quantity prayer, but He is looking for a quality prayer. God doesn't want us to have a long prayer or some flash words in our prayers, but He is looking for a quality prayer which comes from our heart, a prayer of trust, a prayer of confidence, a prayer of belief. And when our God answers our prayers, we need to believe that we need to have a prayer of thanksgiving as well. Also,
for we to have the wisdom, knowledge, and understanding of God, we need to pray for that, to receive God's wisdom, understanding, and knowledge. I just want to share an example which happened in my life. As you all know, I met with the accident. At that night, when I was leaving my friend's place, going towards my apartment, as I left my friend's building, I said a small prayer, God help me. And then I started walking through crosswalk. At that time, the car came and hit me. I want to say, church, because I said that small prayer of faith, that God help me. He protected me that night. He kept me safe from the death which the Satan has planned for me. So, as because of my prayer and prayers of others, today I'm able to stand here and able to say this in front of you, that we should have a prayer life which is more important than any other things we do in our life. So finally, to summarize what I said, just want to say that let us have a fear of the Lord. Let us walk/live in a manner worthy in the sight of God, and let us have a prayer life. I hope this will be a blessing for each one of us, and we practice it. I want to thank Pastor Vijay and for the church for this opportunity. Please continue your prayers for me and my family. May God bless each one of us. Now I would like to request Pastor for prayer and meditation. Praise the Lord. Hallelujah. Thank God for the blessed Bible we had this morning. അനുഗ്രഹിക്കപ്പെട്ട യൂത്ത് മീറ്റിംഗ് കർത്താവ് പ്രധാനമായി നൽകിയല്ലോ. അതിന് അധ്യക്ഷ വഴിപാടി കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ വിടുതലായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. പ്രോഗ്രാംസിന്റെ അനുഗ്രഹമായി തീർന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസിനെ അടുത്ത് വരുന്നു. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായ സ്തോത്രം. വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി അവിടുത്തെ എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാല ആരാധനയ്ക്ക് നടന്ന യൂത്ത് മീറ്റിംഗിനായി പ്രാർത്ഥിക്കും. അത് അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതിർന്നവരൊക്കെ നല്ല പ്രോഗ്രാംസ് അവതരിപ്പിക്കുവാൻ ഇവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കുവാൻ കർത്താവ് ഇടയാക്കി ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. അതിനായി സഹോദരിയെ ബലപ്പെടുത്തിയല്ലോ. ഒടുവിലായി കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി ജീവിതം അങ്ങനെ നൽകിയ വിടുതലിനായിട്ട് എല്ലാം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചായിരിക്കാൻ കർത്താവെ ഞങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും പല വിഷയങ്ങളുടെ മേൽ ഞങ്ങൾക്ക് മുൻപായി നടകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വിടുതലായിരിക്കുന്ന ഒരു കർത്താവ് അതിൻ്റെ വിധവയോട് കാണിച്ച കരുണ പോലെ ഞങ്ങളുടെ മേൽ അവിടുത്തെ സ്പർശനം അയക്കുന്നത് സ്തോത്രം ചെയ്യുക. ഈ ഇവിടെ വെളിപ്പെട്ട വചനങ്ങൾ കർത്താവെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങൾ അനുഗ്രഹമാക്കി വിടുതലാക്കി ദീർഘ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ഈ ജീവിതത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദ്യുതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജനസുബറിനെ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞായിരുന്നു. അടുത്ത ആഴ്ചയിലെ അതായത് ആഴ്ചയിലെ ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുവാൻ കർത്താവിടെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ സാന്നിധ്യത്തിനും കൃപയ്ക്കുമായി കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ വഴിയാത്രകളിൽ ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ജോലി മേഖലകളിൽ എല്ലാം ദൈവത്തിന്റെ കൃപ ചോദിക്കും. പ്രാർത്ഥനയായ ചെങ്കട കൃപയ്ക്കായി സ്തോത്രം. എടുത്ത മാസത്തെ യൂത്ത് മീറ്റിംഗിനെ അനുഗ്രഹിക്കണം. പ്രോഗ്രാംസ് കർത്താവെ എല്ലാവർക്കും ഭംഗിയായി ജീവനുള്ള കൃപ നൽകണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾപ്പിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ നാമത്തിൽ തന്നെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവൽ നമ്മോട് നാമോർത്ത് പ്രാർത്ഥന വിഷയങ്ങളോടും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകപ്പെടുന്ന സർവവിശുദ്ധന്മാരുടെ കർത്താവിന് നാം വരെ ദൈവം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പോയ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.